രാത്രി പോന്നിട്ട് ഇപ്പൊ മൂന്നാറ് എത്തിയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഒടുക്കത്തെ തണുപ്പാണ്. ജാക്കറ്റൊക്കെ ഇട്ടിരിക്കണ്. ഇപ്പൊ വർത്താനൊക്കെ പറഞ്ഞ വായന്ന് പുകയൊക്കെ പോകണ്ട. അപ്പൊ ഗൈസ് നമുക്ക് നേരെ വട്ടവടയിലോട്ട് പോവാട്ടോ. അപ്പം ഞങ്ങളിവിടെ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് 2 ചായയും ഉഴുന്നോടെയൊക്കെ കഴിച്ചിട്ട് നേരെ വട്ടവടയിലേക്ക് പോകാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ അത് ലൂക്കോച്ചിന് ഉഴുന്നോടെയൊക്കെ കഴിച്ചിട്ട് ചേട്ടൻ്റെ മടി കിടന്ന് പയ്യെ ഉറങ്ങിപ്പോയായിരുന്നു. അപ്പം ഞങ്ങൾ കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ബെഡ് പോലെ വീർപ്പിച്ചിട്ട് ബാക്കിലിടാം. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവർക്ക് അത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ഒരു സാധനമാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തിരുന്ന് കളിക്കാനും ഇരിക്കാനൊക്കെ നല്ല സീറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിന് ഞങ്ങളൊരു വ്യൂ കണ്ടപ്പോഴത്തേനും അവിടെ കുറച്ച് നേരം നിർത്തി സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പം നമുക്ക് മൂന്നാർ എത്ര പോയാലും മതി വരാത്തൊരു സ്ഥലമാണ് മൂന്നാർ. അവിടെ പച്ചപ്പും കാര്യങ്ങളും ഒരു പോസിറ്റീവ് വൈബാണ്. ഇത് കാണുന്നത് മാട്ടുപ്പെട്ടി ഡാമാണ് അവിടുത്തെ. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വട്ടവട ചെക്ക് പോസ്റ്റാണ് കണ്ടത്. അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നു പുറത്തോട്ടൊന്നും ഇറങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ വഴികളിലൊന്നും ഞങ്ങൾ ഇറങ്ങാൻ നിന്നില്ല. അപ്പോൾ അതേ നേരെ ഞങ്ങൾ വട്ടവട എത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വഴി ഇത് ഫുൾ ഓഫ് റോഡാണ്. അപ്പോൾ അവിടെ കുറേ ജീപ്പുകാർ നിൽക്കണ്ടായി. അപ്പോൾ ഞങ്ങളോട് അവർ ചോദിച്ചായിരുന്നു വണ്ടി എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങളുടെ വണ്ടിക്ക് തന്നെ പോയിക്കോളാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സ്വന്തം റിസ്കിൽ ഞങ്ങളുടെ വണ്ടിയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ വഴിയൊക്കെ അത്യാവശ്യം നല്ല മോശം തന്നെയാണ്. എടുത്തു കഴിഞ്ഞപ്പോൾ ഓർത്തായിരുന്നു അയ്യോ ജീപ്പിന് തന്നെ പോകാമായിരുന്നെന്ന് ഓർത്തായിരുന്നു. പിന്നെ എന്തായാലും സ്വന്തം വണ്ടി ചെയ്ത കാരണം റിസ്ക് എടുത്ത് തന്നെ പോകുന്നു. അപ്പോൾ ഒരു വ്യൂ കണ്ടപ്പോഴത്തേനും കുറച്ച് നേരം അവിടെ അങ്ങനെ നോക്കി നിന്നായിരുന്നു. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നിന്നായിരുന്നു. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള വട്ടവട വ്യൂ പോയിൻറ്റ്. അപ്പം ഞങ്ങളവിടെ നിന്ന് പഴത്തോട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. കാരണം അവിടെയാണ് കുറേ സ്ട്രോബെറി ഫാംസും പച്ചക്കറികളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയാണ് നിൽക്കണത്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് പഴത്തോട്ടം. ഇവിടെ അത്യാവശ്യം കുറേ സ്ട്രോബെറീസും നമുക്ക് പൊട്ടിച്ച് വാങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ ചേട്ടൻ. അപ്പോൾ ഷിജോൺ സ്ട്രോബെറി ഫാം എന്നാണ് ഈ ഫാമിൻ്റെ പേര്. അപ്പോൾ ഈ കയ്യിലിരിക്കുന്ന മരത്തക്കാളിയാണ് ഒരു പ്രത്യേകതരം ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് പോണ വഴി കുറേ ചേച്ചിമാരൊക്കെ വഴിയിൽ അവിടെ ഡാൻസ് കളിച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞ് വിശപ്പായിട്ട് പാടില്ല, ഫുഡൊന്നും കിട്ടണുണ്ടായില്ല. അപ്പോൾ വഴിയിൽ അവിടെ ബിരിയാണി വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിശപ്പ് കാരണം അവിടെ നിന്ന് വാങ്ങിച്ച് ബിരിയാണി കഴിച്ചായിരുന്നു. അത്രയ്ക്ക് നല്ലതായിരുന്നില്ല, എന്നാലും വിശന്നുകൊണ്ട് കഴിച്ചായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ആ ഷോപ്പിൽ കയറിയായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ ഒരു കുതിര കണ്ടപ്പോഴേക്കും അപ്പൂനെയും കുഞ്ഞാനെയും ഹോഴ്സ് റൈഡിൽ കയറ്റിയായിരുന്നു. അപ്പോൾ രാത്രി ഞങ്ങളിത് ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.